ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന പുനരധിവാസ ടൗൺഷിപ്പിൽ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയായ 7 വീടുകളുടെ താക്കോലുകളാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ താക്കോൽ കൈമാറിയ ഫേസ് 1-ലെ 178 വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ഒരുമിച്ച് താമസം തുടങ്ങാമെന്നാണ് ഗുണഭോക്താക്കളുടെ തീരുമാനം. സർക്കാർ ടൗൺഷിപ്പിലെ സോൺ 3-ലെ ക്ലസ്റ്റർ എയിൽ ഉൾപ്പെട്ട 7 വീടുകളുടെ താക്കോലുകളാണ് ഇന്നലെ കൈമാറിയത്. ചൂരൽമല മുണ്ടക്കൈ സ്വദേശികളായ വള്ളിയമ്മ, ഖദീജ, സെയ്തലവി, ജയ്സൽ, അബ്ദുൾ റഹ്മാൻ, മുത്തുമാരൻ, അലി എന്നീ ഉപഭോക്താക്കൾക്ക് ഉദ്യോഗസ്ഥർ പുതിയ വീടിന്റെ താക്കോൽ കൈമാറി. ഞങ്ങൾ പറഞ്ഞ പാളിച്ചകളെല്ലാം തീർത്തു തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളുള്ളൂ. അതും ഞങ്ങൾ കൂടുന്നതിന് മുമ്പ് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4-5 ആൾക്കാർ 10 ആൾക്കാരെ കൂടാൻ തീരുമാനിക്കുന്നില്ല. 178 ആളും ഒന്നിച്ചു കൂടണമെന്നാണ് ഞങ്ങൾ. 2 ആഴ്ചയ്ക്കുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കി മെയ് 2-ാം വാരത്തോടെ മുഴുവൻ കുടുംബങ്ങൾക്കും പുതിയ വീടുകളിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയും കിഫ്കോണും 3 ഘട്ടങ്ങളിലായി പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ബിൽഡിംഗ് ഇപ്പൊ തീർന്നു. ബിൽഡിംഗ് ഇപ്പൊ നാളെ മറ്റന്നാളും കൊണ്ട് ആൾമോസ്റ്റ് കംപ്ലീറ്റ്. പിന്നെ ഉള്ളത് 178. ഓക്കെ, ബാക്കിയുള്ളത് അതിന്റെ ചെറിയ സ്നായിങ് ആയിരിക്കും. അത് അവർ പറയുന്നതനുസരിച്ചിട്ട് അതിന് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ എടുത്തു. എന്നാൽ ഫേസ് 1-ലെ 178 വീടുകളുടെയും സുരക്ഷാ പരിശോധനയും ഗുണമേന്മ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും ഒരുമിച്ച് താമസം തുടങ്ങാമെന്നാണ് ഗുണഭോക്താക്കളുടെ നിലപാട്. വരും ദിവസങ്ങളിൽ സംയുക്ത പരിശോധന പൂർത്തിയാക്കി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച മുഴുവൻ ആളുകൾക്കും വീടുകൾ കൈമാറാനാണ് ഊരാളുങ്കൽ അധികൃതരുടെ തീരുമാനം. റിപ്പോർട്ടർ, വയനാട്.